യാത്രകൾ മനുഷ്യനെ നവീകരിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? പ്രകൃതിയുടെ ഭംഗികളിലേക്കാണ് പ്രധാനമായും മനുഷ്യന്റെ യാത്രകൾ അത്രയും. കടലിനെ നോക്കി നിൽക്കുമ്പോൾ കര തേടി വരുന്ന തിരമാലകൾ, മലയുടെ അടിവാരത്തിലൂടെ ഒഴുകി വരുന്ന ഒരു പുഴ, ഇലമൂടി പൂവിട്ട് നിൽക്കുന്ന മരങ്ങൾ, അതിനെ കുളിർപ്പിച്ച് കടന്നുപോകുന്ന ഇളം കാറ്റ്, കോടമഞ്ഞിനിടയിലൂടെ ഇറങ്ങി വരുന്ന മഞ്ഞ വെയിൽ, ഏതെങ്കിലുമൊക്കെ സ്വകാര്യതയിൽ കൈമാറുന്ന പ്രണയത്തിനെ അനുഗ്രഹിച്ച് ആർത്തലച്ചു പെയ്യുന്ന ഒരു മഴ. അങ്ങനെ എന്തെന്ത് ചന്തമുള്ള കാര്യങ്ങളാണ് പ്രകൃതി മനുഷ്യനായി ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒന്നോർത്താൽ പ്രകൃതിയിലേക്കുള്ള ഓരോ യാത്രയും അവനവനിലേക്ക് തന്നെയുള്ള യാത്രയാണ്. അത് മനസ്സിലാക്കുന്നവരുടെ ഉള്ളിൽ പിന്നെ മഴ പെയ്തു തുടങ്ങും. എല്ലാറ്റിനെയും അലിയിക്കുന്ന ഒരു പുഴയായി പിന്നെ അത് ഒഴുകി തുടങ്ങും. വെൽക്കം ടു ഹലോ ഡെല്ലേ, പവർഡ് ബൈ ഡെയിലി ഡിലൈറ്റ് ആൻഡ് മൈൽഡ് ഫുഡ് പ്രോഡക്ട്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് ഡബ്ലിനിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്ത് സമുദ്രനിരപ്പിൽ നിന്ന് 1500-1700 അടി ഉയരം മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഡബ്ലിനിലെ അയർലൻഡിന്റെ ഏറ്റവും ഉയരം കൂടിയ ഒരു മലനിരപ്പ് എന്ന് പറയില്ല, എങ്കിലും അത്യാവശ്യം ഉയരത്തിൽ നിൽക്കുന്ന ഒരു മലനിരപ്പ്, ലോകത്തിന്റെ ടൂറിസ്റ്റ് മാപ്പിൽ ഇടം നേടിയിരിക്കുന്ന വിക്ലോ മൗണ്ടൻസ് എന്ന് പറയുന്ന മലകളുടെ മുകളിൽ സാലി ഗ്യാപ്പ് എന്ന ലോക പ്രശസ്തമായ ഒരു 4 കൂടുന്ന ഒരു ജംഗ്ഷനിലാണ് ഞാൻ മുന്നിൽ നിൽക്കുന്നത്. ഈ അയർലൻഡിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം ഈ നമുക്ക് ഒരു വർഷത്തിൽ ലഭിക്കുന്ന 4 സീസണുകളും ഇവിടെ അതിമനോഹരമായി ഇവിടെ ലഭിക്കും. നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പം ഹെലോ ഡെല്ലയുടെ ആദ്യ എപ്പിസോഡുകൾ നിങ്ങളിൽ പച്ചപ്പൻ അയർലൻഡിൻ്റെ മരതക ഭംഗിയെപ്പറ്റി പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ്. അന്നേരം ഇവിടെ എല്ലാം പച്ചയായിരുന്നു. ഇപ്പം നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, ഒരു തരം ബ്രൗൺ കളർ, കരിഞ്ഞ കളറിലാണ് നിൽക്കുന്നത്. പക്ഷേ അത് ആ ഓട്ടം എത്തിയതിൻ്റെ ഒരു ചിഹ്നമാണ്. ആ കളർ മാറുന്നത് ഇനി മഞ്ഞുകാലം വരുമ്പോൾ ഈ മല മൊത്തം മഞ്ഞു മൂടിക്കിടക്കും. അങ്ങനെ എല്ലാ സീസണുകളും ഇവിടെ നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട്. ഈ വിക്ലോ മൗണ്ടൻസിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡിൻ്റെ ഭൂപ്രകൃതിയുടെ ഒരു കവാടമാണിത്. അയർലൻഡിൻ്റെ യഥാർത്ഥ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യണം. The counties of Ireland are amazing and so beautiful. ഇതുവരെ ഹെലോ ഡെല്ലയുടെ ടീം അങ്ങോട്ട് നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു കവാടം എന്ന് വേണമെങ്കിൽ ഈ വിക്ലോ മൗണ്ടൻസിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം വിക്ലോ മൗണ്ടൻസിലൂടെ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്ന യാത്ര അതിമനോഹരമാണ്. അതൊരു പ്രത്യേക ഭംഗിയാണ്. ഒരുപാട് കാണാനും കേൾക്കാനുമുണ്ട്. സോ വൺസ് അഗൈൻ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഹെലോ ഡെല്ലേ. അയർലൻഡിന്റെ ഉദ്യാനം എന്നാണ് വിക്ലോ മലനിരകളെ ഇവിടെയുള്ളവർ വിളിക്കുന്നത്. ആകാശത്തിന്റെ അതിരുകൾ വരച്ചിട്ടിരിക്കുന്ന മനോഹരമായ ഈ മലകളുടെ പടി കയറിപ്പോകുന്നത് കാഴ്ചകളുടെ അത്ഭുതങ്ങളിലേക്കാണ്. ഇവിടേക്കെത്തുന്ന ഓരോരുത്തർക്കും ഇവിടുത്തെ ആകാശവും ഇവിടുത്തെ ഭൂമിയും എന്നും പുതിയതാണ്. വെറും മരങ്ങൾ കാവൽ നിൽക്കുന്ന ഈ മലനിരകൾക്കും കുറുകെ നീണ്ടു പോകുന്ന പാതയ്ക്ക് ഇരുവശവും പച്ചപ്പട്ടണിഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിക്കെന്നും കൗമാരക്കാലമാണ്. വെയിലേറ്റ് പൊള്ളിപ്പോയപ്പോഴും മഞ്ഞിലും മഴയിലും കുതിർന്നു നിന്നപ്പോഴും അതിൻ്റെ ചന്തം ചോർന്നു പോകാതെ ഈ മണ്ണ് അതിനെ കാത്തു സൂക്ഷിച്ചു. അയർലൻഡിലെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച് കടന്നു പോകുന്ന ഈ പാതയ്ക്കും അതിനെ തൻ്റെ മാറിലെടുത്ത് വെച്ചിരിക്കുന്ന ഈ മലനിരകൾക്കും ഒരു ചെറിയ സങ്കടം നമ്മളോട് പറയാനുണ്ട്. 18-ാം നൂറ്റാണ്ടിന്റെ ഒടുക്കത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അയർലൻഡിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയിരുന്നവർ അധിവസിച്ചിരുന്ന ഇടമാണിത്. ആ മനുഷ്യരെ ഒന്നാകെ അവിടെ നിന്നും കുടിയിറക്കാനായി ബ്രിട്ടീഷ് പട്ടാളം കണ്ടെത്തിയ വഴിയാണിത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ചന്തമുള്ള കാഴ്ചകൾക്കുമപ്പുറം അന്ന് പടിയിറങ്ങിപ്പോയ മനുഷ്യരുടെ പ്രതിഷേധത്തിന്റെ മാറ്റൊലിയും ഇവിടെ അലയടിക്കുന്നുണ്ടാവും. അപ്പൊ ലോക ഭൂപട മാപ്പിൽ തന്നെ സ്ഥലം പിടിച്ചിരിക്കുന്ന വിക്ലോ മൗണ്ടൻസിലെ യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഡബ്ലിനിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറോളം ദൂരെ, ഒരു 100 കിലോമീറ്റർ അപ്പുറയാണ് വിക്ലോ മൗണ്ടൻസ്.
അവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പം കാണുന്ന മറ്റ് വളരെ കൗതുകരമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടുവരുന്നത്. മലയുടെ മുകളിൽ ഒരു തടാകം. ദേ എൻ്റെ പുറകിൽ നിങ്ങളങ്ങ് താഴെ കാണുന്ന ഒരു തടാകമാണ്. ഇതിൻ്റെ പേര് ഗിന്നസ് ലേക്ക് എന്നാണ്. ഗിന്നസിനെ കുറിച്ച് 1-2 എപ്പിസോഡുകൾക്ക് മുമ്പേ നിങ്ങൾ കണ്ടിരുന്നു. അയർലൻഡിൻ്റെ ദേശീയ പാനീയമാണ്. എന്തുകൊണ്ടാണ് ഈ തടാകത്തെ ഗിന്നസ് ലേക്ക് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിറമാണ് അതിൻ്റെ പ്രധാന കാരണം. ഈ തടാകത്തിലെ വെള്ളം കറുപ്പ് നിറമാണ്. ആ കറുത്ത നിറമായതുകൊണ്ടും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഗിന്നസ് ഫാമിലിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഷേപ്പ് ഒരു ഗിന്നസ് പൈൻ ഗ്ലാസിൻ്റെ ഷേപ്പാണ്. ആ ഗിന്നസ് ലേക്ക് ലവ് ബേ എന്നും പറയും ഈ സ്ഥലത്തിന്. ഇത് കാണാനായിട്ട് 100 കണക്കിന് ആളുകൾ, നിങ്ങളിവിടെ കാണുന്നത് പോലെ 100 കണക്കിന് ആളുകൾ എല്ലാ ദിവസവും അവിടെ വരാറുണ്ട്. ഈ സമുദ്രനിരപ്പിൽ നിന്ന് 1500 അടിയോളം മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ അയർലൻഡിൻ്റെ ഏറ്റവും ഉയരം കൂടിയ മലകളിൽ ഒന്നായ ഈ വിക്ലോം മൗണ്ടൻസിന്റെ മുകളിൽ ഒരു തടാകം. അപ്പം ആ ഗിന്നസ് ലേക്കിന്റെ വിശേഷങ്ങളിലേക്ക് ഇനി പോകാം. മലമുകളിലെ അത്ഭുതമെന്ന് കേട്ടിട്ടില്ലേ? അക്ഷരാർത്ഥത്തിൽ അങ്ങനെയൊന്ന് ഇവിടെയുണ്ട്. കണ്ണുനീരിന്റെ തെളിച്ചവും കണ്ണാടിയുടെ തിളക്കവുമുള്ള ജലാശയങ്ങളെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ഈ തണ്ണീർ തടാകങ്ങൾ അത്രയും ഏതെങ്കിലുമൊക്കെ മലയുടെ താഴ്വരകളിലായിരിക്കും ഒഴുകുന്നുണ്ടാവുക. ഇവിടെ അയർലൻഡിൽ ആകാശം മുട്ടി നിൽക്കുന്ന വിക്ലോ കൊടുമുടിയിൽ നമ്മളെ കാത്ത് ശാന്തമായിരിക്കുന്ന ഒരു തടാകമുണ്ട്. വഴി തെറ്റി വരുന്ന ഒരു കാലത്തിന് പോലും വറ്റിക്കാൻ പറ്റാത്ത അത്ര ജലസ്രോതസ്സാണത്. എന്നാൽ കണ്ണുനീരിനോടോ കണ്ണാടിയോടോ ഈ വെള്ളത്തിനെ ഉപമിക്കാൻ പറ്റില്ല. ഇത് കറുത്തിട്ടാണ്. എണ്ണക്കറുപ്പിൻ്റെ 7 അഴകും എടുത്തണിഞ്ഞ് മലമുകളിൽ വരുന്ന ഈ അത്ഭുതത്തിൻ്റെ പേരാണ് ഗിന്നസ് ലേക്ക്. യൂക്കാലിപ്റ്റസ് മരങ്ങൾക്കിടയിലൂടെ കറങ്ങി നടക്കുന്ന 2 യുവമിഥുനങ്ങളെ ഞാൻ കണ്ടു. ഒന്ന് നിങ്ങളുടെ മോളും, മറ്റേത് ബാക്കിയറിയാമല്ലോ. എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇഷ്ടം പോലെ യുവമിഥുനങ്ങൾ, ഇത് യൂക്കാലിപ്റ്റസ് മരങ്ങളല്ല, ഈ പൈൻ കാടുകളുടെ നടുക്കൂടെ കറങ്ങി നടക്കുന്നുണ്ട്. എൻ്റെ കൂടെ നടക്കാൻ ആരുമില്ല, ക്യാമറാമാൻ ജെയ്സൺ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ. എങ്കിലും ഒരു കാര്യം പറയാം, ഈ അയർലൻഡിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഇവിടെ പാമ്പും ക്ഷുദ്രജീവികളൊന്നുമില്ല. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. നമ്മുടെ ഒരു വലിയ കണ്ടന്റാണ്. അതിൻ്റെ വിശദ വിവരങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പറയാം. അതുപോലെ തന്നെ സോ ക്ലീൻ ദിസ് കൺട്രി ഈസ്. ഇതുവരെയുള്ള വിഷ്വൽസിലെല്ലാം നിങ്ങൾ കണ്ടു കാണും. ഇവിടുത്തെ നഗരങ്ങളും അതുപോലെ തന്നെ ഈ കാടുകളും മലകളും എല്ലാം ടോപ്പ് ക്ലീൻ ആണ്. അതായത് നമ്മൾ കാപ്പ് കുടിച്ച ഒരു ഗ്ലാസ് കൊണ്ട് കളയണമെങ്കിൽ പോലും ഇവിടെ ഒന്നും കൊണ്ട് കളയാൻ നമുക്ക് പറ്റത്തില്ല. അത് നമ്മൾ നമ്മുടെ വണ്ടിക്കകത്ത് വെച്ച് അതിൻ്റെതായ കളയേണ്ട സ്ഥലത്ത് കൊണ്ട് കളയാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ പൈൻ കാടുകളും അതുപോലെ തന്നെ ഇനിയുള്ള കാഴ്ചകളിലേക്കും പോകാം. പച്ചവിരിച്ചു നിൽക്കുന്ന മലനിരകൾക്കും താഴെ സ്വച്ഛമായി ഒഴുകുന്ന ഒരു തടാകം. പശ്ചാത്തലത്തിൽ കിളികളുടെ കളകളാരവം, പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങളെ കുളിർപ്പിച്ച് കടന്നു പോകുന്ന ഒരു ഇളം കാറ്റ്. അപ്പോൾ ഞാനിവിടെ വിക്ലോ മൗണ്ടൻസിൻ്റെ താഴെ നമ്മളെത്തുമ്പോൾ ഗ്ലെൻഡലോ എന്ന് പേരുള്ള അതിമനോഹരമായ ഒരു വാലി ഉണ്ട് ഇവിടെ. ഗ്ലെൻഡലോയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ ദ എർത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സ്ഥലമാണ്. അവിടെ വന്നപ്പം ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ഞാൻ കണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം മലയാളികളാണ്. നാട്ടിലെ മൂവാറ്റുപുഴ, പത്തനംതിട്ട, കോട്ടയം, അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ആളുകളാണ്. ഒരു ടൂറിന് വന്നതാണ്. എന്താണ് പേര്? ശ്യാം. ശ്യാം. നിങ്ങൾ പിന്നെ വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയ അടുത്താണ്, ഡബ്ലിന്ന് അടുത്താണ്. അപ്പൊ അതുകൊണ്ട് ഒന്നും ഇങ്ങോട്ടേക്ക് ഇറങ്ങിയാണ്. അടിപൊളി സ്ഥലമാണ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ? ഇതിനു മുന്നേ കുറച്ച് മുന്നേ വന്ന ടൈം ഒരു 5 years മുന്നേ വന്നത്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട്? അടിപൊളി, അമേസിംഗ് ആണ്. പിന്നെ ആണെങ്കിൽ മീൻസ് നമ്മളെ ഒരു എന്താ ഫുൾ ഗ്രീനറി കാര്യങ്ങളൊക്കെ കാണുമ്പോ പണ്ട് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ട ഒരു ഫീൽ കിട്ടും. ഒരു മനസ്സിനൊരു സുഖം. Anson, Anson. So how do you feel the beauty of this compared to India? Obviously India has got its own beauty. India has like all different types of terrain, but this is something different. You won't experience this in India. Totally safe ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് എപ്പോൾ വേണേലും ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം അല്ലേ? ഇങ്ങനെ ഒരിടത്ത് വന്നു നിന്ന് ഒന്ന് മുഖത്തോട് മുഖം നോക്കി നിന്നാൽ, പരസ്പരം കൈകോർത്തുപോയി കാൽവിരൽ കൊണ്ട് ആ വെള്ളത്തിലൊന്ന് തൊട്ടാൽ തീരുന്ന സങ്കടത്തിൻ്റെയും കൂടുന്ന സന്തോഷത്തിൻ്റെയും ഉടമസ്ഥരാണ് മനുഷ്യർ. ഗ്ലെൻഡലോ
ഇവിടുത്തെ മനുഷ്യർക്ക് പ്രിയപ്പെട്ടതാകുന്നത് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഒരു ടൂറൊക്കെ പോകണമെങ്കിൽ മൂന്നാർ, കൊടൈക്കനാൽ അല്ലെങ്കിൽ തേക്കടി ഇവിടെയൊക്കെയാണ് പോകുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീടിന് തന്നെ തൊട്ടടുത്തുള്ള പല അതിമനോഹരമായ സംഭവങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെയോ അല്ലെ അറിഞ്ഞിട്ട് പോലും വലിയ മൂല്യം കൊടുക്കാതിരിക്കും എന്ന് പറയുന്ന പോലാണ് അയർലൻഡിൽ ഡബ്ലിനിലുള്ള ആൾക്കാർക്ക് ഈ വിക്ലോ മൗണ്ടൻസും ഗ്ലെൻഡലൊക്കെ. കാരണം ലോകപ്രശസ്തമായ ഒരുപാട് നാച്ചുറൽ വണ്ടേഴ്സ് ഡെഫിനറ്റ്ലി അയർലൻഡിൻ്റെ കൗണ്ടി പ്രദേശങ്ങളിലുണ്ട്. എങ്കിലും അതിനെല്ലാം ഒരുമിച്ച് കിടപിടിക്കുന്ന ഒരു ഭൂമിയുടെ പ്രകൃതിയുടെ വരദാനമായി കിട്ടിയിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഗ്ലെൻഡലോയും വിക്ലോ മൗണ്ടൻസും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അയർലൻഡിലേക്കുള്ള യാത്ര ഉണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ മറക്കരുത്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന പോലെ നമ്മൾ ഒരു യാത്ര ചെയ്ത് ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വല്ല ഹോട്ടലിലും കയറി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോരാതെ അവിടെയൊക്കെ കണ്ട് തിരിച്ചു പോരണം. സോ ഡെഫിനറ്റ്ലി ഗ്ലെൻഡലോ ആൻഡ് വിക്ലോ മൗണ്ടൻസ് ഇസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്.